ഹായ് ഡിയേഴ്സ്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സമാന്തര ശ്രേണികളാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയാണ് നോക്കുന്നത്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ പദങ്ങളുടെ എണ്ണം എന്താണ് പദങ്ങൾ? x1 x2 x3 x4 അതാണ് പദങ്ങൾ. ഇപ്പോൾ അത് x5 വരെ വരുമ്പോൾ 1 2 3 4 5 ഇപ്പോൾ 5 പദങ്ങളാകുന്നു. അതായത് x1 x2 x3. ഇപ്പോൾ ഇതെന്താണ്? x1 എന്ന് പറഞ്ഞാൽ 1, x2 എന്ന് പറയുമ്പോൾ 2 പദങ്ങൾ, x3 എന്ന് പറയുമ്പോൾ 3 പദങ്ങൾ. ഇപ്പം 3 പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പം പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദത്തെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതാണ്. ഇവിടെ എന്താണ് മധ്യപദം? x2 ആണ് ഇവിടുത്തെ മധ്യപദം. മധ്യപദത്തെ ആ ഒരു തുക കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പദങ്ങളുടെ മധ്യപദത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് പദങ്ങളുടെ ആ 3 എണ്ണത്തിൻ്റെയും കൂടെ തുക കിട്ടും. ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് വരുവാണെങ്കിൽ 5 എന്ന് പറഞ്ഞ ഒരു നമ്പർ. അപ്പോൾ 5 ഇവിടെ നടുക്കെഴുതിയേക്കുന്നു. ഇപ്പോൾ ഇവിടെ ഏതാണെന്നറിയില്ല, ഇവിടെ ഏതാണെന്നറിയത്തില്ല. ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു നമ്പറുണ്ട്, ഇവിടെ ഒരു നമ്പറുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ തുക എന്ന് പറയുന്നത് 3 × 5 ആയിരിക്കും. 3 × 5 എത്രയാണ്? 15 ആയിരിക്കും. അതായത് ഈ 3 എണ്ണം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും, 15 കിട്ടും എന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ വേറെണ്ണം കൂടെ കൂടി, ഇവിടെയും കൂടി. ഇപ്പോൾ ഇതിൻ്റെ മധ്യപദം എന്ന് പറയുന്നത് ഈ 5 അല്ലേ? അതായത് 1 2, ഇവിടെ 1 2 ഉണ്ട്, ഇവിടെ എന്താ 2 പദങ്ങൾ. ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത്? 5ൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇടതുവശത്തും വലതുവശത്തും 2 പദങ്ങൾ വീതമാണുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പദങ്ങളുടെ എണ്ണമായി എന്തായി? 5 ആയി. അപ്പോൾ 5 × നടക്കത്തെ പദം എത്ര? 5 = 25 എന്ന് പറയും. അപ്പോൾ അതാണ് പറഞ്ഞത്, പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദത്തിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ നേരെ തിരിച്ച് നമുക്കതുപോലെ പറയാമല്ലോ. ഇപ്പോൾ അത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സമാന്തര ശ്രേണി എഴുതുകയാണെങ്കിൽ 4 7 10. ഇപ്പോൾ മൂന്നെണ്ണമുള്ള സമാന്തര ശ്രേണി ആദ്യം എഴുതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നടുക്കുള്ള സംഖ്യ ഏതാ? 7. 7 × 3 എത്ര പദങ്ങളുണ്ട്? 3 = എത്രയാണ്? 21 എന്ന് വരും. ഒന്ന് നോക്കിക്കേ, ഈ 3 എണ്ണം കൂടെ കൂട്ടുമ്പോൾ 21 കിട്ടുന്നുണ്ടോയെന്ന്. ഇവിടെ 7 4 11 10 21 കിട്ടുന്നില്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ഏത് നമ്പർ ഇപ്പോൾ ഏത് ഇതെടുത്താലും, ഇപ്പോൾ ഒരെണ്ണം കൂടെ കൂടിയാലും ഇപ്പോൾ എണ്ണം കൂടുന്നു. ഇപ്പോൾ 7 തന്നെയാണ് നടുക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു സംഖ്യ കൂടെ കൂട്ടി. ഇപ്പോൾ ഇവിടെ എത്രയാണ് പൊതു വ്യത്യാസം? 7 3 10, പിന്നെ എത്രയാണ്? 13. ഇവിടെ ആണെങ്കിലോ 1 എന്ന് വരും. ഇപ്പോൾ ഇവിടെ 7 തന്നെയാണ് നടുക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ 5 എണ്ണത്തിൻ്റെ തുക ചോദിച്ചു. മധ്യപദം നമ്മളോട് പറഞ്ഞു. ഇപ്പോൾ ഇതെത്രയാണ്? 5-ാം പദം അല്ലേ? 5-ാം പദം x5 = 7 എന്ന് തന്നു. x5 = 7. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 7 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 7 ആണെങ്കിൽ ആ ശ്രേണിയുടെ എല്ലാ പദങ്ങളും കൂടെ കൂട്ടുമ്പോഴുള്ള തുക എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 5-ാം പദം എത്രയാണ്? 7 ആണ്. അപ്പോൾ 5-ാം പദമല്ല, ഇത് നടുക്കത്തെ പദമല്ലേ? 5 പദങ്ങളാണുള്ളത്. 1 2 3-ാം പദമാണ് കേട്ടോ. 3-ാം പദം 7 ആണ്. അപ്പോൾ 5 പദങ്ങൾ വരുമ്പോഴത്തേക്കിന് x1 x2 x3 x4 x5 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 7 × 5 7 5 35 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതിപ്പോൾ എത്രയാണേലും അങ്ങനെ തന്നെയാണ് പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇനിയുണ്ട്. ഇനി
ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആകുന്നതിൻ്റെ കാര്യം തന്നെ നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പം വേറൊരു രീതിയിൽ തുക പറയുന്നത് ജോഡിയുടെ തുക എന്ന് പറയുന്നത് 2 ഇൻറ്റു മധ്യപദമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ജോഡി എടുക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു സമാന്തര ശ്രേണി എഴുതണം. 2, 4, 6, 8, 10. ഇവിടെ എത്ര ഉണ്ട്? 5 പദങ്ങളുണ്ട് അല്ലേ? 5 പദങ്ങളുണ്ട്. അതിൻ്റെ മധ്യപദമാണ് ഏത്? മധ്യപദം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ എത്ര ഉള്ളത്? 5 എണ്ണം. 1, 2, 3, 4, 5 എണ്ണം. അപ്പോൾ ഒറ്റസംഖ്യ ആണെങ്കിൽ മധ്യപദം എന്താ ചെയ്യേണ്ടേ? 5ൻ്റെ കൂടെ 1 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? പകുതി കാണുക. 5 1 എത്രയാണ്? 6. 6ൻ്റെ പകുതി എത്രയാണ്? 3. ഇപ്പോൾ ഇവിടെ 5 പദങ്ങളുണ്ടെങ്കിൽ മൂന്നാമത്തെ പദമാണ് എന്ത്? മധ്യപദം എന്ന് വരുന്നത്. ഇപ്പം ഒറ്റസംഖ്യയാണെങ്കിൽ വലുതെല്ലാം ചെയ്യുന്ന ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മധ്യപദം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏത് നമ്പറാണ് മധ്യത്തിലുള്ളതെന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? x3. x3 = 6 എന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഇവിടെ എത്രയുണ്ട്? ഏതാണ് നടുക്കത്തെ പദം? എത്രയാണ്? 6. അപ്പോൾ തുക എന്ന് പറയുന്നത് ഈ 5 എണ്ണത്തിൻ്റെയും കൂടെ തുക എന്ന് പറയുന്നത് 6ൻ്റെ കൂടെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 2 3 4 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 5 30. അപ്പോൾ ഈ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഇതാണ് നമ്മൾ ഇപ്പം പഠിച്ചത്. ഇനി ഈ 5 ഇതിലെ ജോഡിയുടെ തുക എടുക്കുകയാണ്. ഇവിടെ ജോഡിയുടെ തുക, ജോഡി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നടുക്കൊരു പദം കിടക്കുന്നു. അടുത്ത ജോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പരും ഈ നമ്പരും കണ്ടോ? 1 2. ഇപ്പോൾ ഒരു പദം എടുത്താൽ അവയിൽ നിന്ന് തുല്യ ഡിസ്റ്റൻസ് വരണം. ഇപ്പോൾ ഒരു പദം ഇങ്ങോട്ട് 6 എടുത്തു. 6നോട് 1 കൂട്ടിയപ്പോൾ 8 ആയി. അതെന്ന് വെച്ചാൽ 6 എടുത്ത് 6നോട് 2 കൂട്ടിയപ്പോൾ 8 ആയി. 6നോട് 2 കൂട്ടിയപ്പോൾ 4 ആയി. ഞാൻ 1 കൂട്ടിയെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇത് 3-ാം പദമാണ്. 3-ാം പദത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പദം 4-ാം പദം, തൊട്ട് പുറയിലുള്ള പദമോ 2-ാം പദം. ഇപ്പോൾ 1-ാം പദമാണെങ്കിലോ 1-ാം പദം, അതുപോലെ തന്നെ ഇവിടെ ഇത് 1-ാം പദം, 1-ാം പദവും ഇവിടെ 5-ാം പദവും കണ്ടോ? അതാണ് ജോഡികൾ എന്ന് പറയുന്നത്. അപ്പോൾ ജോഡിയുടെ തുക എന്ന് പറയുന്നത് അതിൻ്റെ മധ്യപദത്തിൻ്റെ ഇരട്ടിയാണ്. എക്സാമ്പിളായിട്ട് വേറൊരെണ്ണം കൂടെ എഴുതി കാണിക്കാം. ഒരു എക്സാമ്പിൾ, ഒരു സമാന്തര ശ്രേണി എഴുതുവാണ്. 3 5 7 9 11. അപ്പോൾ ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി. ഇതാണ് x1 x2 x3 x4 x5 x5 ഇങ്ങനെ 5 ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മധ്യപദം കണ്ടുപിടിക്കാനുള്ള അറിയാം. ഇനി നമ്മൾ ജോഡിയുടെ തുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ജോഡി എന്ന് പറയുന്നത് ഇപ്പോൾ നടുക്കത്തെ പദം ഏതാണെന്ന് നോക്കുക. നടുക്കത്തെ പദം ഏതാണ്? 3. അതിന് ജോഡിയുണ്ടോ? ഇല്ല, അത് ജോഡിയില്ല, അത് ഒറ്റയ്ക്കാണ് കേട്ടോ. നടുക്കത്തെ പദം എന്താണ്? ഒറ്റയ്ക്കാണ്. അപ്പോൾ x3 ഒറ്റയ്ക്കുള്ളത്. x3 7. അപ്പോൾ ഈ 7 തന്നെയായിരിക്കും കിട്ടുന്നത്. ഏത് 2 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണണം. 2 x2 അതുപോലെ തന്നെ x4 കൂടെ കൂട്ടുക. x2 x4. x2 ഏതാ? x4 ഏതാ? ഇത് 2. ഇപ്പോൾ എത്രയാണ്? 9 5 ഇത് 2 കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ പകുതി കാണുക. 9 5 എത്രയാണ്? 14. 14ൻ്റെ പകുതി എത്രയാണ്? 7 എന്ന് വരും. 14ൻ്റെ പകുതി 7 എന്ന് കിട്ടി. അതായത് ഈ 2 അതുപോലെ തന്നെയാണ് ഇവിടെ ഇത് കണ്ടില്ലേ? 11 1 11 3 3 1 4 14. 14ൻ്റെ പകുതിയാണ് 7 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നടുക്കത്തെ പദത്തിൽ നിന്ന് തുല്യ ഡിസ്റ്റൻസ് ദൂരമായിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്നൊരു പൊതുവ്യത്യാസമാണല്ലോ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് കൂട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പൊതുവ്യത്യാസം കൂട്ടി, ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറച്ചു. ഇവിടെ നിന്ന് 2 പൊതുവ്യത്യാസം കൂട്ടിയപ്പം 11 ഇപ്പോൾ 2 പൊതുവ്യത്യാസം കൂട്ടിയപ്പം എത്രയായി? 3 ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജോഡി വന്നത് ഏതൊക്കെയായിരുന്നു? x1 x5. ഇപ്പോൾ x1 x5 ആയിട്ട് എടുത്താൽ 5-ാം പദത്തിൻ്റെ മധ്യപദം എന്ന് പറയുന്നത് എത്രയാണ്? 3-ാം പദമായിരിക്കും അല്ലേ മധ്യപദം? x3 ആയിരിക്കും മധ്യപദം. ഇപ്പോൾ ഇവിടെ എത്ര ജോഡി വന്നേ? x1 x5 കണ്ടോ? 1-ാം പദം 5-ാം പദം, അതിൻ്റെ 2ൻ്റെ പകുതി എത്രയാണ്? 3-ാം പദം കണ്ടോ? അതുപോലെ തന്നെയാണ് x2 + x4.
ഇവിടെ കണ്ടില്ലേ 4 2 6 കണ്ടോ, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. 6ൻ്റെ പകുതിയാണ് ഇവിടെ കിട്ടുന്നത് 3 എന്ന് പറയുന്നത്. അതുപോലെ നീണ്ടു നിന്ന് ഇപ്പോൾ വേറൊരു പദം എടുത്തു, വേറൊരു എക്സ് 9 എടുത്തു, എക്സ് 9 എടുത്തു. അപ്പോൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ജോഡികൾ എങ്ങനെയാണ് നോക്കുന്നത്? എക്സ് 9ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്രയാണ്? 10 പ്ലസ് 9ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 8. അപ്പോൾ എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 18. കണ്ടോ, ഏതാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഇത്. അതായത് ഏത് പദമാണോ നോക്കുക. 9ാമത്തെ പദമാണ് എക്സ് 9. ഇപ്പോൾ 9ാമത്തെ പദമാണെങ്കിൽ ജോഡികൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 18 എന്നുള്ള നമ്പറായിരിക്കും. പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ആ നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ 18 എന്ന് കിട്ടും. ഇപ്പോൾ 18 കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 10 8 18ആണ്. പിന്നെ എത്രയാണ്? 11 പ്ലസ് 7 18ആണ്. പിന്നെ എത്ര കിട്ടും? 18 കിട്ടണമെങ്കിൽ 9 പ്ലസ് 9 18ആണ്. ഏതായാലും രണ്ടും ഒരുപോലെയാണല്ലേ. 9 9 18ആണ് നമുക്കറിയാം. പിന്നെ എന്താണ് കിട്ടുന്നത്? 12 പ്ലസ് 6 18ആണ് അല്ലേ. പിന്നെ ഏതാണ്? എക്സ് 13 പ്ലസ് എക്സ് 5 18ആണ്. കണ്ടോ, അപ്പോൾ ഇതാണ് അതിൻ്റെ ജോഡികൾ. ഇപ്പോൾ 9ാമത്തെ പദത്തിൻ്റെ മധ്യപദമാണ് ഇതിൻ്റെ, അതായത് എക്സ് 10നും എക്സ് 8നും മധ്യപദമാണ് എക്സ് 9. 11നും 7ൻ്റെയും മധ്യപദമാണ് എക്സ് 9. അപ്പോൾ എക്സ് 12ാം പദത്തിൻ്റെ എക്സ് 6ാം പദത്തിൻ്റെ മധ്യപദമാണ് എന്ത്? എക്സ് 9ാമത്തെ പദം. അപ്പോൾ അങ്ങനെ ഇത് നോക്കാം. ഇപ്പോൾ ഒരു ഞാൻ അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ.